ഇനി ദം പിടിക്കാൻ വയ്യ. പറഞ്ഞു തന്ന അടവുകൾ ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. തുടങ്ങാം. വാരി വലിഞ്ഞ് തൊട്ട് തൊഴുത് ഇടത് മാറി വലത് മാറി നിന്ന് തിരിഞ്ഞമർന്ന് വലിഞ്ഞൊഴിഞ്ഞ് വാരി 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 ഈ അടവ് പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെയോ ഒഴി? ഞാൻ സ്വല്പം നേരത്തെ ഒഴിച്ചതാ. അത് ഒഴിയാൻ എന്റെ കർത്താവേ, തല കൊയ്യരുത്. എന്റെ കർത്താവേ, അങ്കക്കലി മൂത്ത് തല കൊയ്യാൻ നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തലയിട്ടത്. നീ പേടിച്ചു പോയോ? ഞാൻ ഇവനെ കുറച്ച് നല്ല അടവുകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ വാളും കത്തിയും കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. ഇത് വെറും തമാശന് വേണ്ടിട്ടല്ലേ? നിങ്ങളിങ്ങനെ സംസാരിച്ച് കേൾക്കാതെ എന്റെ തല കൊയ്യി. ഞാൻ പോയി കുളിക്കട്ടെ. നീ പോയി വേഗം കുളിക്കൂ ഉർമീസ. ഓ അതെ ഉർമീസേ, 2 ചായയും കൂടി എടുത്തോ. കുളിച്ചിട്ട് ചായ ഇടണോ, ചായ ഇട്ടിട്ട് കുളിക്കണോ? കുളിച്ചോണ്ട് ചായ ഇട്. ഓക്കെ. ഓരോ നീ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണ്. ഞാനിപ്പോ വരാം. എങ്ങനെയുണ്ട് കൊട്ടാരൊക്കെ ചുറ്റിക്കണ്ട? അയ്യോ, ഇത്രയും വലിയ കൊട്ടാരത്തില് അനന്തേട്ട ഒറ്റയ്ക്കാ താമസിക്കുന്നേ? എന്റെ കൂടെ ആ പിശാശുണ്ട്. ചായ റെഡി. വിളിച്ച് കൂവണ്ട, ഹോട്ടലല്ല. നിന്നോട് ആരാ കൊണ്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? വക്കീലല്ലേ പറഞ്ഞ ചായ ഇട്ടുകൊണ്ടുവരാൻ? ഇടാനല്ലേ പറഞ്ഞോളൂ, കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, ചായ ഇടാൻ പറയുമ്പോ ഇടണം, കൊണ്ടുവരാൻ പറയുമ്പോ കൊണ്ടുവരണം. വേണം. എനിക്ക് രോഗം മനസ്സിലായി. ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടുറുമ്പായി മാറിയല്ലേ? സാറേ, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടാത്തൊരു ചൊല്ലുണ്ടറിയോ? അയ്യേ, ഈ ചായയിൽ എന്തോ സോപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. കുളിച്ചോണ്ട് ചായ ഇട്ടാ പിന്നെ സോപ്പല്ലാതെ സോഡ ചോദിക്കൂ. ഞാൻ വക്കീ